സെക്കൻഡ് മോഡ്യൂളിലേക്ക് കിടക്കുകയാണ്. സെക്കൻഡ് മോഡ്യൂളിൽ വരുന്നത് മെറ്റീരിയൽസ് ആണ്. കോസ്റ്റ് എലമെൻറ്റിലെ ആദ്യത്തെ എലമെൻ്റാണ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. നമ്മൾ ഏത് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാലും ആ പ്രോഡക്റ്റിൻ്റെ ഏകദേശം 40% മുതൽ 60% വരെ വരുന്നത് അതിൻ്റെ മെറ്റീരിയൽ കോസ്റ്റാണ്. സോ മെറ്റീരിയൽ കോസ്റ്റിനെ നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ് ഈ മോഡ്യൂളിൽ നമ്മൾ പ്രധാനമായിട്ട് കവർ ചെയ്യുന്നത്. പ്രധാനമായിട്ട് അതിൻ്റെ 3 സ്റ്റേജുകളിലാണ് മെറ്റീരിയലിനെ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നത്. അതിൻ്റെ പർച്ചേസ് ഓഫ് മെറ്റീരിയൽ, ദെൻ സ്റ്റോറേജ് ഓഫ് മെറ്റീരിയൽ, ദെൻ യൂസേജ് ഓഫ് മെറ്റീരിയൽ. ഈ 3 ഘട്ടങ്ങളിൽ നമ്മൾ അതിനെ വേണ്ട വിധത്തിൽ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ വളരെയധികം കുറയ്ക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പറയുന്നത്. ദെൻ പർച്ചേസ് ഓഫ് മെറ്റീരിയൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതെങ്ങനെ അവിടെ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ് പർച്ചേസ് ഓഫ് മെറ്റീരിയൽ. പ്രധാനമായിട്ട് പർച്ചേസ് 2 തരത്തിലാണ്: സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് സിസ്റ്റം, അതുപോലെ ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് സിസ്റ്റം. ഇപ്പോൾ ഏതെങ്കിലും സ്ഥാപനത്തിന് അനുയോജ്യമായ രീതിയിൽ അവർ പർച്ചേസ് സിസ്റ്റത്തെ പ്ലാൻ ചെയ്യാം. സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് സിസ്റ്റം വേണം, ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് സിസ്റ്റം വേണം. സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അവരുടെ മൊത്തം മാനുഫാക്ചറിങ് യൂണിറ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ ഒരു പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് സെറ്റപ്പ് ചെയ്ത് അതിലൂടെ പ്രൊക്യൂർമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് എന്ന് പറയുന്നത്. ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മാനുഫാക്ചറിങ് യൂണിറ്റുകൾക്കും അവർക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ ആവശ്യമുള്ള സമയത്ത് അവിടെ ലഭ്യമായ ഏറ്റവും നല്ല വില കുറഞ്ഞ ഏറ്റവും നല്ല ക്വാളിറ്റി മെറ്റീരിയൽ അവർ തന്നെ പ്രൊക്യൂർ ചെയ്യുകയാണെങ്കിൽ അതിനാണ് ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് സിസ്റ്റം. അപ്പോൾ ഇത് ഓരോ സ്ഥാപനത്തിനും അനുയോജ്യമായ സിസ്റ്റം അവർക്ക് എന്ത് ചെയ്യും, അവർക്ക് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് നമുക്ക് പ്രധാനപ്പെട്ട ഒരു തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ്. എക്സ്പ്ലെയിൻ സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് സിസ്റ്റം, വാട്ട് ആർ ഇറ്റ്സ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. ദെൻ അത് കഴിഞ്ഞാൽ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ഫങ്ഷൻസ്. അതായത് ഒരു സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് സിസ്റ്റത്തിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്തെല്ലാം ഫങ്ഷൻസ് ആണ് ചെയ്യുന്നത്, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്. അവരാദ്യം തന്നെ അവർക്ക് ഒരു വർഷത്തേക്ക് ആവശ്യമായിട്ടുള്ള പ്രൊക്യൂർമെൻറ്റ് ഓഫ് മെറ്റീരിയൽ, എത്ര റിക്വയർമെൻറ്റ് മെറ്റീരിയൽ വേണമെന്നുള്ളത് അവർ അസർട്ടൈൻ ചെയ്യുന്നു. ദെൻ അവർ സപ്ലൈസിൻ്റെ സോഴ്സ് അവർ കണ്ടെത്തുന്നു. ദെൻ അവരിൽ നിന്ന് കൊട്ടേഷൻസ് ടെൻഡർ ഇൻവൈറ്റ് ചെയ്യുന്നു. ദെൻ ആ ടെൻഡർ അനലൈസ് ചെയ്ത് അവർ 3-4 സപ്ലയറെ സെലക്ട് ചെയ്യുന്നു, റാങ്ക് ലിസ്റ്റ് ചെയ്യുന്നു. ദെൻ അത് കഴിഞ്ഞാൽ അവർക്ക് പർച്ചേസ് ഓർഡർ ഇൻവൈറ്റ് ചെയ്യുന്നു. പർച്ചേസ് ഓർഡർ എന്ന് പറയുമ്പോൾ അവർക്ക് എത്ര ക്വാണ്ടിറ്റി മെറ്റീരിയൽ ഓർഡർ ചെയ്യണം എന്നുള്ളത് നിശ്ചയിക്കും. അപ്പോൾ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓർഡർ ചെയ്യുന്ന സമയത്ത് ഹൗ മച്ച് ക്വാണ്ടിറ്റി ഈസ് ടു ബി ഓർഡർഡ്. അതിനാണ് അവിടെ ഒരു പ്രോബ്ലം നമുക്ക് വരുന്നത്, ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പർച്ചേസ് ഓഫ് മെറ്റീരിയലിൽ നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാൽക്കുലേഷൻസ് വരുന്നതാണ് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. സോ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് മെറ്റീരിയൽ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഹൗ മച്ച് ക്വാണ്ടിറ്റി ഈസ് ടു ബി ഓർഡേഡ് അറ്റ് വൺ ടൈം, ഒരു തവണ എത്ര ക്വാണ്ടിറ്റി മെറ്റീരിയൽ ഓർഡർ ചെയ്യണം എന്നുള്ളത് അവർ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. അതിനെയാണ് നമ്മൾ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി അഥവാ EOQ എന്ന് പറയുന്നത്. അപ്പോൾ EOQ ആയി ബന്ധപ്പെട്ട് നമുക്കൊരു പ്രോബ്ലം 4 മാർക്കിൻ്റെ ചോദിക്കാവുന്നതാണ്. അതായത് ഡിറ്റർമിൻ EOQ, ദെൻ ഫൈൻഡ് ഔട്ട് ഇറ്റ്സ് എ ടോട്ടൽ ഇൻവെൻട്രി കോസ്റ്റ്. അപ്പോൾ EOQനെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ EOQ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ ബൈയിങ് കോസ്റ്റും അതുപോലെ സ്റ്റോറേജ് കോസ്റ്റും അനലൈസ് ചെയ്തിട്ടാണ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് EOQ ഡിറ്റർമിൻ ചെയ്യുന്നത്. ബൈയിങ് കോസ്റ്റ് എന്ന് വെച്ചാൽ അർത്ഥം കോസ്റ്റ് ഓഫ് ബൈയിങ് ആൻഡ് റിസീവിങ് ആൻഡ് ഓർഡർ. ഒരു ടൈപ്പ് മെറ്റീരിയൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് കൊണ്ടുവരാൻ വരുന്ന അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, അതിൻ്റെ റെൻ്റ്, റേറ്റ്സ് ആൻഡ് ടാക്സസ്, ഇൻഷുറൻസ്, ഇതെല്ലാം ചേർന്നതിനെയാണ് ബൈയിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. അത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ സ്റ്റോർസ് ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റോർ കീപ്പർ അത് സ്റ്റോറേജ് ചെയ്യാനുള്ള ഫെസിലിറ്റിക്ക് വരുന്ന കോസ്റ്റിനെയാണ് സ്റ്റോറേജ് കോസ്റ്റ്. അപ്പോൾ ഇതെല്ലാം അനലൈസ് ചെയ്ത് ഈ 2 കോസ്റ്റും ഏറ്റവും മിനിമം വരാവുന്ന രീതിയിൽ അവർ ആ ക്വാണ്ടിറ്റി ഫിക്സ് ചെയ്യാണ്. ഇത്ര ക്വാണ്ടിറ്റി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ക്വാണ്ടിറ്റി ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ സ്റ്റോർ ചെയ്യാനുള്ള ചിലവ് സ്ഥാപനത്തിൽ ഏറ്റവും കുറവ് വരുന്ന അളവ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വർഷത്തേക്ക് ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിന് ആവശ്യമുള്ള ടോട്ടൽ കൺസംഷൻ ഓഫ് മെറ്റീരിയൽ 10,000 കിലോഗ്രാം ആണെന്ന് വിചാരിക്കും. 10,000 കിലോഗ്രാം മെറ്റീരിയൽ ഒരു വർഷത്തേക്ക് ആവശ്യമുണ്ട്. ദെൻ അതിന് ഒരു വർഷത്തേക്ക് 10,000 കിലോഗ്രാം 3-4 പ്രാവശ്യമായിട്ട് ഓർഡർ ചെയ്യുമ്പോൾ ഒരു തവണ ഓർഡർ ചെയ്യുന്നതിന് അവർക്ക് വരുന്ന ചിലവ് 1 കിലോഗ്രാമിന് അല്ലെങ്കിൽ ഒരു ഓർഡറിന് 50 രൂപയാണ് വരുന്നത്. പെർ ഓർഡർ 50 രൂപ. ദെൻ അതിൻ്റെ സ്റ്റോറേജ് കോസ്റ്റ് അല്ലെങ്കിൽ ഇൻവെൻട്രി ക്യാരിയിങ് കോസ്റ്റ് വരുന്നത് 8% ഓഫ് ആവറേജ് ഇൻവെൻട്രി വാല്യൂ. അതുപോലെ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ വരുന്നത് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ 2 രൂപ പെർ കിലോഗ്രാം. 1 കിലോഗ്രാം മെറ്റീരിയൽ 2 രൂപ. ഈ ഒരു പ്രോബ്ലം നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഒരു വർഷത്തേക്ക് ആവശ്യമുള്ള മെറ്റീരിയൽ 10,000 കിലോഗ്രാം. മെറ്റീരിയൽ ഒരു തവണ ഓർഡർ ചെയ്യുമ്പോൾ അത് കൊണ്ടുവരാനുള്ള ചിലവ് 50 രൂപ. ദെൻ സ്റ്റോറേജ് കോസ്റ്റ് അവർക്ക് വരുന്നത് ആവറേജ് ഇൻവെൻട്രി വാല്യൂവിൻ്റെ 8%. ദെൻ അതുപോലെ മെറ്റീരിയലിൻ്റെ വില 2 രൂപ പെർ കിലോഗ്രാം. അപ്പോൾ EOQ കാൽക്കുലേറ്റ് ചെയ്യാൻ പല മെത്തേഡുകളുണ്ട്.
അപ്പോൾ ഫോർമുല മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ EOQനെ 2CO/I എന്നുള്ളൊരു ഫോർമുല യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിലോഗ്രാം മെറ്റീരിയൽ EOQ ഒരു തവണ ഓർഡർ ചെയ്യണം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ഇതിൽ 2 × 10,000 × 50 ഡിവൈഡ് ബൈ 2 × 8%. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2500 കിലോഗ്രാം ആണ് നമുക്ക് അതിൻ്റെ ആൻസർ. അപ്പോൾ 2500 കിലോഗ്രാം മെറ്റീരിയലാണ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓരോ തവണയും ഓർഡർ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ആ വർഷം കമ്പനിക്ക് 4 തവണ മെറ്റീരിയൽ ഓർഡർ ചെയ്യേണ്ടി വരും. 10,000 കിലോഗ്രാം ഒരു വർഷത്തേക്ക് വേണമെങ്കിൽ 4 തവണ മെറ്റീരിയൽ ഓർഡർ ചെയ്യും. ദെൻ അതിൻ്റെ 4 തവണ മെറ്റീരിയൽ ഓർഡർ ചെയ്യുമ്പോൾ ഒരു വർഷത്തേക്ക് അതിൻ്റെ ഇൻവെൻട്രി കോസ്റ്റ് എത്ര വരും, അതിനാണ് ആനുവൽ ഇൻവെൻട്രി കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ EOQൻ്റെ കൂടെ ആനുവൽ ഇൻവെൻട്രി കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. ആനുവൽ ഇൻവെൻട്രി കോസ്റ്റ് അതിൽ വരുന്നത് 3 ഘടകങ്ങളാണ്. ഒന്ന് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ, ഒരു വർഷത്തേക്ക് മെറ്റീരിയലിന് എത്ര രൂപ കോസ്റ്റ് വരും. 10,000 കിലോഗ്രാമാണ് അവർക്ക് ആവശ്യമുള്ളത്, 1 കിലോഗ്രാമിന് 2 രൂപയാണ്. അപ്പോൾ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത് 10,000 × 10, ദാറ്റ് മീൻസ് 20,000 രൂപ. അതിൻ്റെ ബൈയിങ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഓർഡറിങ് കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു വർഷത്തേക്കുള്ള ഓർഡറിങ് കോസ്റ്റ് 2,500 കിലോഗ്രാം വെച്ച് ഓർഡർ ചെയ്യുമ്പോൾ 4 തവണ ഓർഡർ ചെയ്യേണ്ടി വരുന്നു. സോ 4 × ഒരു തവണ ഓർഡർ ചെയ്യാൻ 50 രൂപയാണ്. സോ 200 രൂപ അവർക്ക് ഓർഡറിങ് കോസ്റ്റ് വരും. ദെൻ പിന്നെ വരുന്നത് അതിൻ്റെ സ്റ്റോറേജ് കോസ്റ്റാണ്. സ്റ്റോറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഇൻവെൻട്രി വാല്യൂവിൻ്റെ 8%, അഥവാ 2 രൂപയാണ് ഇൻവെൻട്രി വാല്യൂ. 8% എന്ന് പറയുന്നത് 16 പൈസ. ആവറേജ് ഇൻവെൻട്രിയുടെ വാല്യൂമാണ് ഈ സ്റ്റോറേജ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ നമുക്ക് EOQ കിട്ടിയത് 2,500, അതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് ബൈ 2 × 0.16 ചെയ്ത് കഴിഞ്ഞാൽ 200 രൂപ അതിൻ്റെ സ്റ്റോറേജ് കോസ്റ്റ്. സോ ടോട്ടൽ ആനുവൽ ഇൻവെൻട്രി കോസ്റ്റ് എന്ന് പറയുന്നത് 20,000 പ്ലസ് 200 രൂപ ബൈയിങ് കോസ്റ്റ്, 200 രൂപ സ്റ്റോറേജ് കോസ്റ്റ്. സോ 20,400 രൂപയാണ് അതിൻ്റെ ആനുവൽ ഇൻവെൻട്രി കോസ്റ്റ് വരുന്നത്. ഇതാണ് അതിൻ്റെ EOQ കാൽക്കുലേഷൻ ചെയ്യാനുള്ള ആനുവൽ ഇൻവെൻട്രി കോസ്റ്റ് കാണാനുള്ള പ്രോബ്ലം നമുക്ക് ചോദിക്കാറുള്ളത്. ഇനി അതിൻ്റെ സെക്കൻഡ് ലെവലിലേക്ക് കിടക്കുമ്പോൾ സ്റ്റോർസ് ഡിപ്പാർട്ട്മെൻറ്റ് ഫംഗ്ഷനാണ് സ്റ്റോറേജ് ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റോറേജ് ഓഫ് മെറ്റീരിയലായിട്ട് ബന്ധപ്പെട്ട് സ്റ്റോർസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓരോ ടൈപ്പ് മെറ്റീരിയലിൻ്റെയും ഡിഫറൻറ്റ് സ്റ്റോക്ക് ലെവൽസ് കാൽക്കുലേറ്റ് ചെയ്യും. സോ സ്റ്റോർസ് ഡിപ്പാർട്ട്മെൻറ്റ് മെറ്റീരിയൽ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓരോ ടൈപ്പ് മെറ്റീരിയലിൻ്റെ ഡിഫറൻറ്റ് സ്റ്റോക്ക് ലെവൽസ് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ഈ സ്റ്റോക്ക് ലെവൽ നേരത്തെ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോർസ് ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ച്, സ്റ്റോർ കീപ്പറെ സംബന്ധിച്ച് മെറ്റീരിയൽ സ്മൂത്തായിട്ട് സ്റ്റോറിൽ കീപ്പ് ചെയ്ത് ആവശ്യ സമയത്ത് പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് സപ്ലൈ ചെയ്യുന്നതും ദെൻ അത് കഴിഞ്ഞാൽ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് വീണ്ടും മെറ്റീരിയൽ ഓർഡർ ചെയ്യാനുള്ള നിർദ്ദേശം കൊടുക്കാൻ പറ്റും. അപ്പോൾ ഏതൊക്കെ സ്റ്റോക്ക് ലെവലാണ് സ്റ്റോർസ് കീപ്പർ സ്റ്റോർസ് ഡിപ്പാർട്ട്മെൻറ്റിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്നത്. പ്രധാനമായിട്ട് 5 സ്റ്റോക്ക് ലെവലിനെ സംബന്ധിച്ചാണ് നമുക്ക് പറയുന്നത്. ഒന്ന് റീഓർഡർ ലെവൽ അഥവാ റീഓർഡർ സ്റ്റോക്ക് ലെവൽ. ഇറ്റ് ഈസ് ദ സ്റ്റോക്ക് ലെവൽ അറ്റ് വിച്ച് എ ഫ്രഷ് ഓർഡർ ഈസ് ടു ബി മെയ്ഡ് ഫോർ മെറ്റീരിയൽസ്. Then second, minimum stock level, then maximum stock level, average stock level, then danger stock level. ഇങ്ങനെ ഓരോ ടൈപ്പ് മെറ്റീരിയലിൽ ഈ 5 സ്റ്റോക്ക് ലെവൽ മുൻകൂട്ടി തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കും. അപ്പോൾ അതിൻ്റെ ഫോർമുലയാണ് നമ്മൾ ചാർട്ടിൽ എഴുതിയിട്ടുള്ളത്. അതായത് റീഓർഡർ ലെവൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ മെറ്റീരിയലിൻ്റെ മാക്സിമം കൺസംഷൻ റേറ്റ്, അത് പെർ ഡേ അതിൻ്റെ മിനിമം കൺസംഷൻ റേറ്റും മാക്സിമം കൺസംഷൻ റേറ്റും നമുക്ക് അവൈലബിൾ ആണ്. ദെൻ റീഓർഡർ പീരീഡ് എന്ന് പറയുന്നത് ടൈം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസത്തിനുള്ളിൽ, എത്ര ആഴ്ചയിലുള്ളിൽ മിനിമം അത് കിട്ടാം, മാക്സിമം എത്ര പീരീഡിനുള്ളിൽ അത് അവൈൽ ചെയ്യും. അപ്പോൾ ക്വസ്റ്റിൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടാവുക. കൺസംഷൻ മെറ്റീരിയലിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടാവും, റീഓർഡർ പീരീഡിൻ്റെ ഡെലിവറി ടൈമിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടാവും. ജസ്റ്റ് ഒരു ഫോർമുല അപ്ലൈ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. റീഓർഡർ ലെവൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ്. സെക്കൻഡ് വൺ, മിനിമം സ്റ്റോക്ക് ലെവൽ. മിനിമം സ്റ്റോക്ക് ലെവൽ മെയിൻ ചെയ്യുന്നത് എത്ര മിനിമം സ്റ്റോക്കെങ്കിലും സ്റ്റോറിൽ അത് ഓരോ മെറ്റീരിയലും മെയിൻറ്റെയിൻ ചെയ്യണം. അതിനേക്കാൾ മെറ്റീരിയലിൻ്റെ സ്റ്റോക്ക് പൊസിഷൻ താഴ്ന്നു പോയി കഴിഞ്ഞാൽ അത് ഡേഞ്ചർ സ്റ്റോക്ക് ലെവലിലേക്ക് എത്തും. സോ മിനിമം സ്റ്റോക്ക് ലെവൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നേരത്തെ റീഓർഡർ ലെവലിനേക്കാൾ അല്പം കുറഞ്ഞ ലെവലിനെയാണ് മിനിമം സ്റ്റോക്ക് ലെവൽ എന്ന് പറയുന്നത്. റീഓർഡർ ലെവലിൽ നിന്ന് അതിൻ്റെ ആവറേജ് കൺസംഷൻ, നേരത്തെ നമ്മൾ മാക്സിമം കൺസംഷൻ അളവിലാണ് റീഓർഡർ സ്റ്റോക്ക് ലെവൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ആവറേജ് സ്റ്റോക്ക് ലെവൽ, ആവറേജ് കൺസംഷൻ റേറ്റ്, നോർമൽ കൺസംഷൻ്റെ വേറെ പേരാണ് ആവറേജ് കൺസംഷൻ എന്ന് പറയുന്നത്. ദെൻ പീരീഡ് വരെ നോർമൽ റീഓർഡർ പീരീഡ് അഥവാ ആവറേജ് റീഓർഡർ പീരീഡ് വെച്ചിട്ടാണ് നമ്മൾ മിനിമം സ്റ്റോക്ക് ലെവൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ മിനിമം സ്റ്റോക്ക് ലെവൽ എന്ന് പറയുന്നത് റീഓർഡർ ലെവൽ മൈനസ് നോർമൽ കൺസംഷൻ ഇൻറ്റു നോർമൽ റീഓർഡർ പീരീഡ്. ദെൻ മാക്സിമം സ്റ്റോക്ക് ലെവൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ആ മെറ്റീരിയലിൻ്റെ ഏറ്റവും മാക്സിമം സ്റ്റോക്ക് സ്റ്റോറിൽ വെക്കേണ്ടത് എത്ര, അതിൻ്റെ ഓവർ സ്റ്റോക്കിങ് അവോയ്ഡ് ചെയ്യാനുള്ളതാണ് ഇതിൻ്റെ പർപ്പസ്. സോ മാക്സിമം സ്റ്റോക്ക് ലെവൽ എന്ന് പറയുന്നത് റീഓർഡർ ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി.
ഈ റിയോർഡർ ക്വാണ്ടിറ്റിനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ EOQ, ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. സോ റിയോർഡർ ലെവലിൽ എത്ര ക്വാണ്ടിറ്റി ഉണ്ടോ ദെൻ എത്ര ക്വാണ്ടിറ്റി ഫർദറായിട്ട് നമ്മൾ ഓർഡർ ചെയ്യുന്നു അത് രണ്ടും കൂടി ആഡ് ചെയ്ത് അതിൻ്റെ മിനിമം കൺസംഷൻ്റെ ആ മെറ്റീരിയൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം സ്റ്റോക്ക് ലെവൽ കിട്ടും. സോ റിയോർഡർ ലെവൽ പ്ലസ് റിയോർഡർ ക്വാണ്ടിറ്റി മൈനസ് മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റിയോർഡർ പീരിയഡ്. ദെൻ ഈ രണ്ട് മിനിമം സ്റ്റോക്ക് ലെവലിൽ മാക്സിമം സ്റ്റോക്ക് ലെവലിൽ ഒരു മിഡിലുള്ള സ്റ്റോക്ക് ലെവലിലാണ് ആവറേജ് സ്റ്റോക്ക് ലെവൽ എന്ന് പറയുന്നത്. സോ അതിന് നമുക്ക് ഉപയോഗിക്കുന്ന ഫോർമുല മിനിമം സ്റ്റോക്ക് ലെവൽ പ്ലസ് ഹാഫ് ഓഫ് റിയോർഡർ ക്വാണ്ടിറ്റി. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആവറേജ് എത്ര മെറ്റീരിയലിൻ്റെ സ്റ്റോക്ക് സ്റ്റോറിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ആവറേജ് സ്റ്റോക്ക് ലെവൽ ഉദ്ദേശിക്കുന്നത്. ഇതിന് അവസാനത്തെ ഡേഞ്ചർ സ്റ്റോക്ക് ലെവൽ എന്ന് പറയുന്നത് മിനിമം സ്റ്റോക്ക് ലെവലിനേക്കാൾ മെറ്റീരിയലിൻ്റെ സ്റ്റോക്ക് പൊസിഷൻ വീണ്ടും സ്റ്റോറിൽ കുറയുന്ന സിറ്റുവേഷനിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിനെ എമർജൻസി പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം കൂടി കൊടുക്കുന്നു. സോ മാക്സിമം റിയോർഡർ പീരിയഡ് ഫോർ എമർജൻസി പർച്ചേസ് അതിലേക്കുള്ള ആവറേജ് കൺസംഷൻ്റെ മെറ്റീരിയലിൻ്റെ അളവിനെയാണ് ഡേഞ്ചർ സ്റ്റോക്ക് ലെവൽ എന്ന് പറയുന്നത്. ഇതാണ് സ്റ്റോക്ക് ലെവലുമായി ബന്ധപ്പെട്ട് സ്റ്റോർസ് ഡിപ്പാർട്ട്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സ്റ്റോക്ക് ലെവൽസ് എന്ന് പറയും. ഓക്കെ, സോ ഇൻവെൻറ്ററി കൺട്രോൾ സിസ്റ്റം അല്ലെങ്കിൽ മെറ്റീരിയൽ കൺട്രോൾ സിസ്റ്റത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. സാധാരണയായിട്ടൊരു ഓർഗനൈസേഷനിൽ അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഇൻവെൻറ്ററി കൺട്രോൾ അല്ലെങ്കിൽ മെറ്റീരിയൽ കൺട്രോൾ സിസ്റ്റം അഡോപ്റ്റ് ചെയ്യാം. സോ പ്രധാനപ്പെട്ട ഇൻവെൻറ്ററി കൺട്രോൾ സിസ്റ്റത്തിൽ പ്രധാനമായിട്ട് ട്രഡീഷണൽ സിസ്റ്റമാണ് ആദ്യത്തെ പീരിയോഡിക് ഇൻവെൻറ്ററി കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത്. പീരിയോഡിക് ഇൻവെൻറ്ററി കൺട്രോൾ സിസ്റ്റം മീൻ ചെയ്യുന്നത് ഓരോ പീരിയഡിൻ്റെയും അവസാനം ഇൻവെൻറ്ററി സ്റ്റോക്ക് ടേക്കിംഗ് ചെയ്യുന്ന സിസ്റ്റം. നമ്മൾ സാധാരണ ട്രേഡിംഗ് കൺസേണിലോ മാനുഫാക്ചറിങ് കൺസേണിലോ ഒക്കെ ട്രഡീഷണലായിട്ട് ചെയ്തിരുന്ന സിസ്റ്റമാണ് ഇൻവെൻറ്ററി പീരിയോഡിക് ആയിട്ട് എടുക്കുകയാണ്. മന്ത്ലി ആയിരിക്കാം അല്ലെങ്കിൽ ഹാഫ് ഇയർലി ആനുവലി സ്റ്റോക്ക് ടേക്കിംഗ് ചെയ്യും. പെർഫെക്ഷൻ ഇൻവെൻറ്ററി കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത് ഇത് ഇറ്റ്സ് മോഡേൺ ടെക്നിക്, മോഡേൺ ഇൻവെൻറ്ററി കൺട്രോൾ സിസ്റ്റമാണ്. അത് ഡേ ടു ഡേ ഡെയിലി നമുക്ക് അതിൻ്റെ സ്റ്റോക്ക് പൊസിഷൻ അറിയാൻ പറ്റുന്നതാണ്. പീരിയോഡിക് ഇൻവെൻറ്ററി സിസ്റ്റത്തിനെ അപേക്ഷിച്ച് പെർഫെക്ഷൻ ഇൻവെൻറ്ററി സിസ്റ്റത്തിനുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഈ പെർഫെക്ഷൻ ഇൻവെൻറ്ററി സിസ്റ്റത്തിനെ കണ്ടിന്യൂസ് സ്റ്റോക്ക് ടേക്കിംഗ് എന്ന് നമ്മൾ പറയാറുണ്ട്. പ്രധാനമായിട്ട് ഇതിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന കീപ്പ് ചെയ്യുന്ന രണ്ട് റെക്കോർഡ്സാണ് ബിൽ കാർഡ്, സ്റ്റോർസ് ലെഡ്ജർ എന്ന് പറയുന്നത്. ബിൽ കാർഡ്, സ്റ്റോർസ് ലെഡ്ജർ, സ്റ്റോക്ക് റെക്കോർഡ്സ് എന്നാണ് പറയുക. അപ്പോൾ സ്റ്റോക്ക് റെക്കോർഡ്സിൻ്റെ സഹായത്തോടെ ഇൻവെൻറ്ററി കൺട്രോൾ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെയാണ് പെർഫെക്ച്വൽ ഇൻവെൻറ്ററി കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത്. ദെൻ JIT പർച്ചേസിംഗ് സിസ്റ്റം സാധാരണ ചെറിയ ഫേമുകളിൽ ഫോളോ ചെയ്യുന്നതാണ്. ജസ്റ്റ് ഇൻ ടൈം പർച്ചേസിംഗ് എന്നാണ് പറയുക. അവർക്ക് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള അളവിൽ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്ന സംവിധാനത്തെയാണ് JIT പർച്ചേസിംഗ് സിസ്റ്റം. ദെൻ സെലക്റ്റീവ് ഇൻവെൻറ്ററി കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത് ഓരോ സ്ഥാപനങ്ങൾക്കും അവർക്ക് അനുയോജ്യമായ രീതിയിൽ അവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻവെൻറ്ററി കൺട്രോൾ സിസ്റ്റം അഡോപ്റ്റ് ചെയ്യാം. അതായത് കുറേ സിസ്റ്റം അതിൽ പറയുന്നുണ്ടെങ്കിൽ കുറേ ടെക്നിക്സ് അതിൽ പറയുന്നുണ്ടെങ്കിലും കൂടെ നമുക്ക് ഫോക്കസ് ചെയ്യുന്നത് സ്റ്റോർസ് കൺട്രോൾ ത്രൂ ABC അനാലിസിസ്, അതുപോലെ VD അനാലിസിസ്, അതുപോലെ FSM, SAP, HS എന്ന് പറഞ്ഞാൽ കുറേ സെലക്റ്റീവ് ഇൻവെൻറ്ററി കൺട്രോൾ സിസ്റ്റം നിലവിലുണ്ട്. പ്രധാനമായിട്ട് മെറ്റീരിയലിനെ ക്ലാസിഫൈ ചെയ്ത് മെറ്റീരിയലിനെ കൺട്രോൾ ചെയ്യുന്നതാണ് അതിൻ്റെ പ്രത്യേകത. ഇതാണ് അതിൻ്റെ സ്റ്റോക്ക് വാല്യുവേഷൻ. നമുക്ക് അവസാന സെക്ഷനിൽ അതിൻ്റെ പ്രോബ്ലം വരുന്നത് വാല്യുവേഷൻ ഓഫ് ഇൻവെൻറ്ററി അല്ലെങ്കിൽ സ്റ്റോക്കിനെ വാല്യൂ ചെയ്യുന്നതിനാണ്. അതിൻ്റെ സ്റ്റോർസ് ലെഡ്ജർ അക്കൗണ്ട്, അതിന് വേണ്ടി കോസ്റ്റ് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് അക്കൗണ്ടാണ് സ്റ്റോർസ് ലെഡ്ജർ അക്കൗണ്ട് എന്ന് പറയുന്നത്. അതിൻ്റെ മെറ്റീരിയലിൻ്റെ സ്റ്റോക്കും ഒപ്പം തന്നെ അതിൻ്റെ വാല്യൂ ഈ സ്റ്റോർസ് ലെഡ്ജർ അക്കൗണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിന് ഉപയോഗിക്കുന്ന മെത്തേഡ്സാണ് എഴുതിയാണുള്ളത്. പ്രധാനമായിട്ട് 3 മെത്തേഡ്സാണ്: കോസ്റ്റ് പ്രൈസ് മെത്തേഡ്സ്, ആവറേജ് പ്രൈസ് മെത്തേഡ്സ്, നോഷണൽ പ്രൈസ് മെത്തേഡ്സ്. ഇതിലൊക്കെ നമുക്ക് മെയിനായിട്ട് നമുക്ക് ബിക്കോൺ ലെവലിൽ നമുക്കുള്ളത് ആദ്യത്തെ 2 മെത്തേഡാണ്. കോസ്റ്റ് പ്രൈസ് മെത്തേഡ്സിൽ തന്നെ FIFO, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ്, അതുപോലെ LIFO, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ്. ആവറേജ് പ്രൈസ് മെത്തേഡിലും അതെ മെയിനായിട്ട് നമ്മൾ 2 ടെക്നിക്ക് യൂസ് ചെയ്യുന്നു: സിമ്പിൾ ആവറേജ് മെത്തേഡ്, അതുപോലെ വെയ്റ്റഡ് ആവറേജ് മെത്തേഡ്. നോഷൻ പ്രൈസ് മെത്തേഡ്സ് നമുക്ക് ഇതിൽ വരുന്നില്ല, നമുക്ക് അഡ്വാൻസ് ലെവലിൽ പഠിക്കാവുന്നതാണ്. ഇൻഫ്ലേറ്റഡ് പ്രൈസ്, സ്റ്റാൻഡേർഡ് പ്രൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ടെക്നിക്സുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇൻവെൻട്രി നമ്മൾ ഫിസിക്കലി നമുക്ക് ലാസ്റ്റ് 31 മാർച്ചിൽ അതിൻ്റെ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുമ്പോൾ സ്റ്റോക്കിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത് നിർണ്ണയിക്കാനാണ് ഈ മെത്തേഡ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് ബ്രേക്കോൺ ലെവലിൽ വരുന്ന അതിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത്, ഒരു പ്രോബ്ലം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ സ്റ്റോക്കിനെ വാല്യൂ ചെയ്യാൻ ഒന്നുകിൽ FIFO, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡിലോ അല്ലെങ്കിൽ LIFO, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡിലോ ഇൻവെൻട്രിയെ വാല്യൂ ചെയ്യാൻ പറ്റും. FIFO അതിന് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മുടെ മെറ്റീരിയൽ സ്റ്റോറിലേക്ക് വരുന്ന റിസീവ് ചെയ്യുന്ന ആ ഓർഡറിൽ തന്നെ പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്നതാണ് FIFO, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. മെറ്റീരിയൽ റിസീവ്ഡ് ഫസ്റ്റ് ഈസ് ഇഷ്യൂഡ് ഫസ്റ്റ്. LIFO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയൽ ഓരോ തവണയും സ്റ്റോറിലേക്ക് വരുന്നു, അതിൻ്റെ ആ വരുന്ന ഏത് ഡേറ്റിലാണോ പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് അത് സപ്ലൈ ചെയ്യുന്നത്, ആ സപ്ലൈ ചെയ്യുന്ന ടൈമിൽ സ്റ്റോറിൽ വന്ന ലാസ്റ്റ് സ്റ്റോക്കിൽ നിന്നാണ് അത് മെറ്റീരിയൽ ആദ്യം ഇഷ്യൂ ചെയ്യുന്നത്. അതാണ് മെറ്റീരിയൽ റിസീവ്ഡ് ലാസ്റ്റ് ഇൻ ദ സ്റ്റോർ ഈസ് ഇഷ്യൂഡ് ടു ദ പ്രൊഡക്ഷൻ, ഫസ്റ്റ് ഇഷ്യൂഡ് ടു ദ പ്രൊഡക്ഷൻ. അതാണ് LIFO, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അപ്പോൾ ഇവിടെ സ്റ്റോർസ് ലെഡ്ജർ അക്കൗണ്ടിൽ നമ്മൾ തയ്യാറാക്കുമ്പോൾ
ഫിഫോ മെത്തേഡിൽ മെറ്റീരിയൽ ആദ്യം വരുന്ന ഓർഡറിലാണ് മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുന്നതുകൊണ്ട് അതിന് സ്റ്റോക്ക് എപ്പോഴും ഉണ്ടായിരിക്കുക. അതിന് ലാസ്റ്റ് റിസീവ് ചെയ്ത ഐറ്റമാണ് സ്റ്റോറിൽ സ്റ്റോക്കായിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ലാസ്റ്റ് റിസീവ് ചെയ്ത ഐറ്റത്തിൻ്റെ പ്രൈസ് ആയിരിക്കും സ്റ്റോക്കിൻ്റെ വാല്യൂവിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. സോ സ്റ്റോക്ക് പൊസിഷൻ വിൽ റിഫ്ലക്റ്റ് അറ്റ് ദ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്നാണ് പറയുന്നത്. അതേപോലെ ലിഫോയിലാവുമ്പോൾ നമ്മൾ ഏറ്റവും അവസാനം വന്ന മെറ്റീരിയൽ നമ്മൾ ആദ്യം സപ്ലൈ ചെയ്യുമ്പോൾ പ്രൊഡക്ഷൻ യൂണിറ്റിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റോറിൽ ഏറ്റവും ആദ്യം വന്ന മെറ്റീരിയൽ ആയിരിക്കും അതിൻ്റെ സ്റ്റോക്കിൽ ഉണ്ടായിരിക്കുക. സോ ക്ലോസിംഗ് സ്റ്റോക്ക് വിൽ നോട്ട് ബി അറ്റ് ദ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ബട്ട് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ വിൽ ബി അറ്റ് ദ കറണ്ട് മാർക്കറ്റ് പ്രൈസ്. നമ്മൾ അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ കോസ്റ്റ് കറണ്ട് മാർക്കറ്റ് പ്രൈസിലായിരിക്കും, സ്റ്റോക്ക് കറണ്ട് മാർക്കറ്റ് പ്രൈസിലായിരിക്കില്ല എന്നതാണ് ലിഫോയുടെ പ്രത്യേകത. ആവറേജ് പ്രൈസ് മെത്തേഡ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റോറിൽ നിന്ന് മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് സ്റ്റോറിലുള്ള മെറ്റീരിയലിൽ ഏതൊക്കെ പ്രൈസിൻ്റെ മെറ്റീരിയൽ സ്റ്റോറിലുണ്ടോ അതിൻ്റെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആവറേജ് പ്രൈസിലാണ് അതിനെ ഇഷ്യൂ ചെയ്യുന്നത്, സ്റ്റോക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സിമ്പിൾ ആവറേജ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഏത് ഡേറ്റിലാണോ മെറ്റീരിയൽ ഇഷ്യൂ ചെയ്തത് അതുവരെ സ്റ്റോറിലേക്ക് മെറ്റീരിയൽ വന്നതിൻ്റെ ആ മെറ്റീരിയലിൻ്റെ റേറ്റുകളുടെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ ആവറേജ് പ്രൈസിൽ സ്റ്റോക്ക് വാല്യൂ ചെയ്യും. വെയ്റ്റഡ് ആവറേജ് പ്രൈസ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ വെയ്റ്റഡ് ആവറേജ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ടോട്ടൽ ക്വാണ്ടിറ്റിയും ടോട്ടൽ പ്രൈസും കൂടി കൺസിഡർ ചെയ്യുന്നു. അവിടെ ഏത് ഡേറ്റിലാണോ മെറ്റീരിയൽ നമ്മൾ പ്രൊഡക്ഷനിലേക്ക് ഇഷ്യൂ ചെയ്യുന്നത് ആ ഡേറ്റിൽ സ്റ്റോറിൽ എത്ര ക്വാണ്ടിറ്റി എത്ര പ്രൈസിൻ്റെ ഉണ്ടോ ആ ക്വാണ്ടിറ്റിയും പ്രൈസും നമ്മൾ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോസ്റ്റ് കിട്ടും. സോ അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഡിവൈഡ് ബൈ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ഇൻ ദ സ്റ്റോർ അത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതിനാണ് വെയ്റ്റഡ് ആവറേജ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിമ്പിൾ ആവറേജും വെയ്റ്റഡ് ആവറേജും അതിൻ്റെ സ്റ്റോക്ക് കാൽക്കുലേറ്റ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ആക്ച്വൽ കോസ്റ്റ് പ്രൈസിലായിരിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. കോസ്റ്റ് പ്രൈസ് മെത്തേഡിനെയാണ് ആക്ച്വൽ കോസ്റ്റ് പ്രൈസ് മെത്തേഡ് ഉദ്ദേശിക്കുന്നത്. ആവറേജ് പ്രൈസ് എന്ന് പറയുന്നത് മെറ്റീരിയലിൻ്റെ ആവറേജ് പ്രൈസിലായിരിക്കും സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത്. ഇതാണ് ഇൻവെൻട്രി വാല്യൂഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രധാനപ്പെട്ട അഡോപ്റ്റ് ചെയ്യുന്ന ടെക്നിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്നത് ഫിഫോ അല്ലെങ്കിൽ ലിഫോ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ സ്റ്റോക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ തയ്യാറാക്കുന്നത് സ്റ്റോർസ് ലെഡ്ജർ അക്കൗണ്ട് തയ്യാറാക്കിയിട്ടാണ് നമ്മളതിനെ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്നത്. ദെൻ മെറ്റീരിയലിൻ്റെ നമുക്ക് ലാസ്റ്റ് വേസ്റ്റേജ് എന്നുള്ള സംഭവം ടോപ്പിക്ക് തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. വേസ്റ്റേജ് അതായത് യൂസേജ് ഓഫ് മെറ്റീരിയലുമായി ബന്ധപ്പെട്ട് മെറ്റീരിയലിൻ്റെ എങ്ങനെയൊക്കെ ടൈപ്പ് വേസ്റ്റേജ് വരാം. പ്രധാനമായിട്ട് മെറ്റീരിയൽ വേസ്റ്റേജ് 4 രീതിയിലുണ്ടാകുമെന്ന് പറയുന്നത് ഒന്ന് സ്ക്രാപ്പ് എന്ന് പറയും, രണ്ടാമത് വേസ്റ്റേജ് എന്ന് പറയുന്നു, പിന്നെ ഡിഫക്റ്റീവ്സ്, അതുപോലെ സ്പോയിലേജ്. അപ്പോൾ നമുക്ക് ഒരു ഓർഗനൈസേഷനിൽ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ നമുക്ക് ഇത്ര മെറ്റീരിയൽ ക്വാണ്ടിറ്റി റിസീവ് ചെയ്തു, അവർക്ക് അതിലെ സെയിൽ ടാക്സ് അതിൻ്റെ ഫ്രൈറ്റ് തുടങ്ങിയ ഡീറ്റെയിൽസ് തന്നു, അതിൻ്റെ മെറ്റീരിയലിൻ്റെ പ്രൈസ് തന്നു കഴിഞ്ഞാൽ എത്ര ശതമാനമാണ് മെറ്റീരിയൽ ലോസ്റ്റ് വരുന്നത് ഇതെല്ലാം ക്വസ്റ്റ്യനിൽ തന്നിട്ട് ഒരു പക്ഷേ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ അതിന് ചെയ്യുന്നത് മെറ്റീരിയലിൻ്റെ ക്വാണ്ടിറ്റി അതിൻ്റെ പ്രൈസും കൂടി ഇൻറ്റു ചെയ്താൽ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് കിട്ടും. അതിൻ്റെ സെയിൽ ടാക്സ് അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു, അതിൻ്റെ ഫ്ലൈറ്റോ ഇൻഷുറൻസോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് മെറ്റീരിയലിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണോ വേസ്റ്റേജ് ആയിട്ടോ നോർമൽ ലോസ് ആയിട്ടോ പെർസെൻറ്റേജ് ചെയ്തിരിക്കുന്നത് അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നെറ്റ് ക്വാണ്ടിറ്റി കിട്ടും. ദെൻ ടോട്ടൽ മെറ്റീരിയൽ കോസ്റ്റിനെ നെറ്റ് ക്വാണ്ടിറ്റിയോട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മെറ്റീരിയലിൻ്റെ പ്രൈസ് അല്ലെങ്കിൽ റേറ്റ് കിട്ടും. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ വരാം. ഇനി അതുപോലെ മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോ എന്നുകൊണ്ട് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെറിയ മാർക്കറ്റിൽ വരാറുണ്ട്. മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോ എന്ന് ഉദ്ദേശിക്കുന്നത് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂമഡ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക്. ആ ഇതിന് മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോ ഉണ്ട്. അപ്പോൾ മെറ്റീരിയൽ എന്ന മോഡ്യൂളിലെ പ്രധാനമായിട്ട് ഈ 3 സ്റ്റേജിലാണ് മെറ്റീരിയലിൻ്റെ അക്കൗണ്ടിങ്ങിൻ്റെ കൺട്രോൾ പറയുന്നത്.